രാജീവ് ചന്ദ്രശേഖരൻ ബിജെപിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനാകാൻ പോവുകയാണ്. ഇന്ന് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് ബിജെപി കോർ കമ്മിറ്റിയിൽ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. അത് നമുക്കറിയില്ല, അവരിഷ്ടമുള്ള ആളെ അവരുടെ പ്രസിഡന്റ് ആക്കിയിട്ട് നമുക്ക് എന്താ പ്രശ്നം? നമുക്കതിന് ഞങ്ങൾ വേറെ പാർട്ടികളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാറില്ല. ബിജെപിയുടെ പ്രസിഡന്റിനെ ഉണ്ടാക്കുന്നത് നമ്മുടെ ജോലിയല്ലല്ലോ. അവർ ആരെ വേണേലും പ്രസിഡന്റ് ആക്കട്ടെ. നമ്മൾ അവരോടല്ലല്ലോ, വ്യക്തികളോടല്ലല്ലോ ഫൈറ്റ് ചെയ്യുന്നത്. നമ്മൾ അവരുടെ ഐഡിയോളജിയോടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അത് തുടരും. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു ബിജെപിയുടെ ഐഡിയോളജി ഉള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല. അതൊക്കെ അദ്ദേഹം ലേറ്റ് എൻട്രികളാണ്, പാർട്ടിയിലേക്ക് വന്ന ആളുകളാണ്. ഇഷ്ടംപോലെ ആളുകൾ ബിജെപി ഐഡിയോളജിയുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരോടല്ലേ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല അദ്ദേഹത്തോടല്ലല്ലോ വ്യക്തിപരമായി. ആര് വേണമെങ്കിലും വരട്ടെ. അല്ല, അതല്ല, ആര് വേണമെങ്കിലും വരട്ടെ. അവരുടെ ലീഡർഷിപ്പിൽ ആര് വേണം. നമ്മൾ വ്യക്തികളോടല്ലല്ലോ ഫൈറ്റ്. അപ്പൊ ആരിപ്പോ സുരേന്ദ്രനോടാണ് നമ്മൾ ഇത്ര നാൾ ഫൈറ്റ് ചെയ്തത്? അല്ലല്ലോ. നമ്മൾ സുരേന്ദ്രൻ വിശ്വസിക്കുന്ന ഒരു ഐഡിയോളജിയോടാണ്, അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഐഡിയോളജിയോടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അത് കണ്ടിന്യൂ ചെയ്യും. അല്ലാതെ വ്യക്തി ആരും വന്ന് നമുക്ക് എന്താ പ്രശ്നം?